തമിഴ് സിനിമയിലെ പ്രധാന നടന്മാരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണല്ലോ ജയൻ രവി എന്നുള്ളത്. കാരണം അത്രമാത്രം കോൺട്രിബ്യൂഷനും തമിഴ് സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹം സമ്മാനിച്ചു എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഒരുപാട് റൊമാൻറ്റിക് സിനിമ ആയിക്കോട്ടെ, ആക്ഷൻ സിനിമയിലായിക്കോട്ടെ, ജയൻ രവി വളരെയധികം മിന്നും പ്രകടനം കാഴ്ചവെച്ചതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ പേര് മാറ്റിയ വിവരമാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജയൻ രവി ഇന്നെ വിളിക്കരുത്, ഞാൻ രവി മോഹൻ എന്നാണ് അറിയപ്പെടുക എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്തുകൊണ്ടോ അറിയില്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടോ നമ്മുടെ പഴയ ജയൻ രവി ഇനിയിപ്പോൾ ഇല്ല, ആ ഒരു പേര് നമ്മൾ മായ്ച്ചു കളയുക. ഇതിപ്പോൾ ആദ്യമായിട്ടെന്നല്ല ഒരു സിനിമാ ലോകത്തിൽ ഇതുപോലെ ഒരു പേര് മാറ്റുക എന്നുള്ള വിവരം വരുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതൊന്നും വലിയൊരു പുത്തിരിയായ കേസല്ല, വലിയൊരു അത്ഭുതവുമല്ല. ഇപ്പോൾ എന്തിനേറെ പറയുന്നു, 2024 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴിലെ സീനിയർ നടന്മായിട്ടുള്ള അജിത്തും കമൽഹാസനൊക്കെ വന്നിട്ട് പറഞ്ഞത് പോയത് ഇതുപോലെ തന്നെയായിരുന്നു. അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെല്ലപ്പേരുകൾ അല്ലെങ്കിൽ വിളിപ്പേരുകൾ എന്നറിയപ്പെടാം, അല്ല അജിത്ത് എന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ കടവുളി അജിത്തൊക്കെ എന്ന് വിളിക്കുന്ന, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, എന്നെ വെറും അജിത് കുമാർ എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതും. അതേപോലെ തന്നെ കമൽഹാസൻ എന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു നടനെ എല്ലാവരും പൊതുവെ വിളിക്കാറുള്ളത് ഉലകനായകൻ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. പക്ഷേ അദ്ദേഹം തന്നെ അത് സോഷ്യൽ മീഡിയകളിൽ വെളിപ്പെടുത്തിയത് തന്നെ ഇനി ഉലകനായകൻ എന്ന വിളിപ്പേര് വേണ്ട, വെറും കമൽഹാസനെ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേര് മാറ്റുക എന്നുള്ളൊരു പരിപാടി ആദ്യമായിട്ടുള്ളതല്ല. പക്ഷേ ജയൻ രവിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കൊല്ലത്തിന് ശേഷം സിനിമയിൽ വന്നിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ സമ്മാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് ഉടനടി ഇങ്ങനെ പെട്ടെന്ന് രവി മോഹൻ എന്നാക്കി മാറ്റുമ്പോൾ അത് സിനിമാ മേഖലയ്ക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക് കണ്ടറിഞ്ഞേ പറ്റൂ.